ചാനലിൻ്റെ സിൽവർ ബട്ടൺ ഞങ്ങൾ ഈ മനോഹരമായ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പൊട്ടിക്കാൻ പോവുകയാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മാനേജ്മെൻറ്റ് വ്യക്തമായും അതിന് പഠിച്ചതിന് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളിന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസം കേട്ടോ. ഇത് രണ്ടാമത്തെ സന്തോഷമാണ്. ഒരു 6-7 മാസം മുമ്പും ഇതുപോലൊരു സന്തോഷം ഉണ്ടായി. ഇപ്പം അതിനേക്കാൾ ഉപരി പിന്നെ ഒരു സന്തോഷം കൂടെ. യൂട്യൂബ് ഞങ്ങളെ വീണ്ടും ഒന്നുകൂടെ അംഗീകരിച്ചു. ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ തമിഴ് മല്ലു ഒഫീഷ്യൽ എന്നുള്ള ചാനലിന് സിൽവർ പ്ലേ ബട്ടൺ കിട്ടി. അതവിടെ നിന്ന് അയച്ചു. ഇപ്പോൾ കൊറിയർ അവിടെ നിന്ന് അവർ വിളിച്ചു പറഞ്ഞു അവിടെ എത്തിയിട്ടുണ്ടെന്ന്. അപ്പം ഞങ്ങളുടെ ഈ യാത്ര തുടങ്ങിയിട്ടൊരു വർഷത്തോളമായി. ഈ ഒരു വർഷത്തിലിപ്പം ഞങ്ങൾ രണ്ടാമത്തെ ഒരു സമ്മാനമാണ് യൂട്യൂബിൻ്റെ പറഞ്ഞു. ഒരുപാട് നന്ദി. ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ ഈ നിലയിലെത്തിച്ച എല്ലാവർക്കും നന്ദി. അതുകൊണ്ട് ഞങ്ങളുടെ മറ്റു പടകളൊന്നും ഇവിടെ ഇല്ല. അച്ഛനൊന്നും അകത്തുണ്ട്. മൂത്ത മോൻ പഠിക്കാൻ പോയേക്കാം, ഇളയാൻ വന്നിട്ടില്ല. മോളും നേരത്തെ വന്നു. അതുകൊണ്ട് ഞങ്ങൾ 3 പേരിൽ നിന്ന് സംസാരിക്കുന്നത്. 5 മണിക്ക് ഇവിടെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാം. ഞങ്ങൾ ഏകദേശം 2 മാസം കൊണ്ടാണ്, 2 മാസം മാക്സിമം 60 ദിവസം കൊണ്ടാണ് രണ്ടാമത്തെ ചാനൽ മോണിറ്റൈസ് ആക്കിയതും അല്ലെങ്കിൽ അതിന് സിൽവർ ബട്ടണിൽ എത്തിയിരിക്കുന്നതും. അതെങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയാം. അവിടെയാ എവിടെയായിരുന്നു? ഇത് അവിടെയാ അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ അന്വേഷിച്ച ഒന്ന് സാധനത്തെ കിട്ടിയിരിക്കുകയാണ്. പോയാലോ? പൊട്ടിക്കാം. ഞങ്ങൾ കൊണ്ട് പൊട്ടിക്കാൻ പോവാ സുഹൃത്തുക്കളെ. അപ്പോൾ ഞങ്ങൾ യൂട്യൂബിൻ്റെ പ്ലേ ബട്ടൺ വാങ്ങിച്ചുകൊണ്ട് വന്നു. നീന്തൽ ഇതിൽ നിന്ന് പിടിച്ചു. ചിലപ്പോൾ പോയാലോ? ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി പൊട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചാൽ ഈ പ്രകൃതി രമണീയമായ ഈ സ്ഥലത്ത്, ഞങ്ങളുടെ നാടാണ് കേട്ടോ, ഞങ്ങളുടെ പോളച്ചെറിയാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ ഇത് പൊട്ടിച്ച് എന്നിട്ട് നിങ്ങളെ കാണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പറയാനുള്ളത് വേറൊന്നുമല്ല, ഏകദേശം ഒരു 2-2.5 മാസം കൊണ്ടിരിക്കുമോ ഞങ്ങളുടെ ഫസ്റ്റ് ചാനൽ ഏക എൻ്റർടൈൻമെൻറ്റ് 7 ലക്ഷം പേരോളം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം ഞങ്ങൾ രണ്ടാമതൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ഞങ്ങളുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് ഇങ്ങനെ ഏകദേശം ഒരു 2-2.5 മാസം കൊണ്ട്, ആ ചാനലിൻ്റെ പേര് തമിഴ് മല്ലു ഒഫീഷ്യൽ, 2-2.5 മാസം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു പ്ലേ ബട്ടൺ അല്ലെങ്കിൽ സിൽവർ ബട്ടൺ ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോൾ അതിന് നല്ല ഡെഡിക്കേഷനും ഉണ്ട്, നല്ല ഹാർഡ് വർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിതിൽ നിന്ന് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, യൂട്യൂബിൽ നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടു അല്ലെങ്കിൽ ഒരു ഷോർട്സ് ഇട്ടു ചുമ്മാ അങ്ങനെ ഒരു കാര്യമില്ല. ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും ശരി, ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് അതിൽ നിന്നും പുരോഗമനവും അല്ലെങ്കിൽ അതിൽ ഉയർച്ചയും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതൊരു ജോബായിട്ട് അതിനെ കാണണം. അതാണ് ഏറ്റവും മെയിൻ. അതൊരു ജോബായിട്ട് തന്നെ അതിനെ കണ്ട്, പിന്നെ നിങ്ങളുടെ പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫീൽഡിൽ ഓട്ടോമാറ്റിക്കലി അത് ജോബ് ആയിക്കോളും. അപ്പോൾ അങ്ങനെ ഞാനൊരു ജോബായിട്ട് കണ്ടാണ് ഇതിനെ തുടങ്ങിയത് തന്നെ. അപ്പോൾ അങ്ങനെ നമ്മൾ കാണുമ്പോൾ കൃത്യമായി അതിലെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതേപ്പറ്റി പഠിക്കണം. യൂട്യൂബിലായാലും ശരി, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും ശരി, വ്യക്തമായും അതിന് പഠിച്ചതിന് ശേഷം നമ്മളുടെ കാറ്റഗറി എന്താണ്, ഇതിൽ പിടിച്ചോട്ട് പോകും. നമ്മുടെ കാറ്റഗറി എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെന്ന് തീർച്ചയായിട്ടും പിടിച്ചുണ്ടാവും. 2-3 കാര്യം ഞാൻ പറയാം. ഒന്ന്, നിങ്ങൾ എന്താണോ ഇടാൻ ഉദ്ദേശിക്കുന്ന വീഡിയോസ്, അതേപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവണം. ചിലപ്പം എന്താ പറയുക, ട്രാവൽ വീഡിയോസ് ആവാം, ഫുഡ് ആവാം, അല്ലെങ്കിൽ തമാശ ആവാം, അല്ലെങ്കിൽ ഈ ചാർലി ചാപ്ലിൻ ടൈപ്പുള്ള കോമഡികളാവാം. അതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഷോർട്സ് എങ്കിൽ ഷോർട്സ്, അല്ലെങ്കിൽ ലോങ് വീഡിയോ എങ്കിൽ ലോങ് വീഡിയോ, അത് ഏതെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇപ്പോൾ ഷോർട്സ് വിട്ട് ലോങ് വിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ ഷോർട്സ് ഇട്ട് തന്നെ, ഇപ്പോൾ ഭൂരിപക്ഷം ആളുകളും ഷോർട്സ് ഇട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 3 മിനിറ്റ് വരെ ഷോർട്സ് ഇടാം. അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ
നിങ്ങളൊരു കാറ്റഗറി നിങ്ങൾ സ്വയം മനസ്സിലാക്കി ആ കാറ്റഗറി തന്നെ നിങ്ങൾ ശക്തമായ രീതിയിൽ നല്ല ഹാർഡ് വർക്ക് ഒഴിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാവാം. നിങ്ങൾ എന്താണോ നിങ്ങൾ ഷൂട്ട് ചെയ്ത് നിങ്ങൾ എടുക്കുന്ന ആ ഒരു കണ്ടൻറ്റ് അത് അപ്ലോഡ് ചെയ്യാൻ ഒരു കൃത്യമായ ഒരു സമയനിഷ്ഠ നിങ്ങൾ ഉണ്ടാക്കുക. YT സ്റ്റുഡിയോയിൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും. നമ്മുടെ ചാനൽ കുറച്ച് ഗ്രോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഓഡിയൻസ് ഏത് ടൈമിൽ നമ്മളെ കാണുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കാരണം ഇതെല്ലാം നമ്മൾ പഠിച്ച് തന്നെ മനസ്സിലാക്കിയാണ്. അപ്പോൾ സ്ഥിരമായിട്ടൊരു ടൈമിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് ആ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് വരുന്ന കമൻസ് ആയാലും ശരി മറ്റു കാര്യങ്ങളായാലും എൻഗേജ്മെൻറ്റ് നമ്മൾ തിരിച്ചവർക്ക് റിപ്ലൈ കൊടുക്കുക. നമ്മളതിൽ എൻഗേജ്ഡ് ആയിരിക്കുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടുന്ന വീഡിയോസ് എപ്പോഴും എല്ലാവരും പറയുന്ന പോലെ തന്നെ ക്വാളിറ്റി ഉള്ള കണ്ടൻറ്റുകൾ അല്ലേ, അത് വളരെ നല്ല ലൈറ്റൊക്കെ, അതായത് ശരിക്കും ഡാർക്കൊന്നും ആകുന്ന നല്ല ലൈറ്റുള്ള കണ്ടൻറ്റ്, ആ വീഡിയോസൊക്കെ നല്ല ലൈറ്റ് ആയിരിക്കണം. ഐ മീൻ എന്തായാലും പറയാം നല്ല ഇപ്പം ചില ഫോണിലൊക്കെ എടുക്കുമ്പോൾ നമുക്കറിയാം ക്ലാരിറ്റി കാണില്ല, അല്ലെങ്കിൽ എന്താ പറയാൻ ഉദ്ദേശിച്ചത് കാണില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അതൊക്കെ ശരിക്കും ഒരു നെഗറ്റീവ് സൈഡാണ്. അതൊന്നും അവർ കയറ്റി വിടത്തില്ല. അപ്പോൾ ക്ലാരിറ്റിയും നമ്മൾ ആ ഒരു കണ്ടൻറ്റിൻ്റെ ക്ലാരിറ്റിയും ആ വീഡിയോയുടെ ക്ലാരിറ്റിയും പിന്നെ കണ്ടൻറ്റും മെയിനായിട്ട് കണ്ടൻറ്റും മാക്സിമം ശ്രദ്ധിക്കുക. കോൺസ്റ്റൻ്റ് ആയിട്ട് കൃത്യമായ ഇടവേളകൾ കൃത്യമായി നിങ്ങൾ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഷോർട്സ് ഇടുവാണെങ്കിൽ ഡെയിലി ഒരു പർട്ടിക്കുലർ ടൈം വൈകിട്ട് 5 മണി 6 മണി ആണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഒരു മാസം നിങ്ങൾ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ കണ്ടൻറ്റ് മെയിനാണ്, നല്ല നല്ല കണ്ടൻറ്റുകൾ. അതേപോലെ ഫേസ്ബുക്കിൻ്റെ തന്നെ ന്യൂസ് ഫീഡിൽ പോസ്റ്റുകളിൽ നിങ്ങൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക, ഡെയിലി ഓരോ ഗുഡ് മോർണിംഗ് അങ്ങനെ കളിക്കുക. അപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുക. ഫേസ്ബുക്കല്ല, യൂട്യൂബിൽ അതിൽ നമ്മൾ എൻഗേജ്മെൻറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ നമ്മളിരിക്കുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും നമ്മളിതിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുള്ളത്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഹാർഡ് വർക്കിന് അവർ തീർച്ചയായിട്ടും ഒരു പ്രതിഫലം കിട്ടും. നമ്മൾ ആദ്യമേ 5 or 10 ഷോർട്സ് ഇട്ടുകൊണ്ട് നമുക്കൊരിക്കലും ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. നമ്മുടെ കണ്ടൻറ്റ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ഇടവേളകളിൽ നമുക്ക് നമ്മുടെ റീച്ചും കാര്യങ്ങളും വന്നുകൊണ്ടേയിരിക്കും. പിന്നെ നല്ല കണ്ടൻറ്റുകൾ ഒരു 15 സെക്കൻഡ് 20 സെക്കൻഡ് ചെറിയ രീതിയിൽ വളരെ സെൻസിറ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചില ഷോർട്സ് കണ്ടില്ലേ പെട്ടെന്ന് 10 സെക്കൻഡേ കാണുന്നുള്ളൂ, ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉണ്ടാവും. റിപ്പീറ്റ് വാല്യൂ ഉള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഐഡിയ ആണ്, ആൾക്കാർ കണ്ടുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ ഒരു ഷോർട്സ് ഏകദേശം 180 മില്യൺ ആളുകൾ കണ്ടിട്ടുണ്ട് ഏക എൻ്റർടൈൻമെൻറ്റിൽ. ഈ രണ്ടാമത്തെ ഇപ്പോൾ ഈ പ്ലേ ബട്ടൺ കിട്ടിയ ഈ ഒരു ചാനലിൽ ഒരു ഷോർട്സ് 100 മില്യൺ കണ്ടു. അത് രണ്ടുമാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ മുമ്പോട്ട് കൊണ്ടുപോയത്. സോ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം മെയിനായിട്ട് പറയാനുള്ളത് വെച്ചാൽ നല്ലപോലെ നമ്മളൊരു ജോബായിട്ട് കണ്ട് മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ പ്രയോജനവും കിട്ടും. പിന്നെ കൺസിസ്റ്റൻസി എന്നൊരു സംഭവമുണ്ട്, നമ്മളത് കൃത്യമായി അതിൻ്റെ പുറകെ നമ്മൾ നിൽക്കണം, നമ്മൾ വഴി ഇട്ടിട്ട് പോകരുത്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം ഞാനൊരു പ്രവാസിയായിരുന്നു, എൻ്റെ പിള്ളേരെയും എൻ്റെ അച്ഛനും അമ്മയൊക്കെ നോക്കാൻ വേണ്ടി നാട്ടിൽ തിരിച്ചു വന്നു. ഇനി എന്തെന്നുള്ള ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള യാത്രയിൽ കണ്ടെത്തിയതാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അപ്പോൾ അതിൽ ഏകദേശം ഇവിടെ വരെ എത്തി നിൽക്കുന്നു. നാളെ ഇതിൽ മേപ്പോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം. എവിടെ വരെ പോകുന്നു നോക്കാം. പക്ഷേ അറിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ. പിന്നെ എന്തെങ്കിലും ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക, എനിക്കറിയാവുന്ന കാരണം ഞാൻ പറഞ്ഞുതരാം. ഭയമല്ല വേണ്ടത്, നല്ല ഹാർഡ് വർക്കാണ് വേണ്ടത്. അപ്പം ഞങ്ങൾ പൊട്ടിക്കാം. അപ്പോൾ ഈ മനോഹരമായ സ്ഥലത്ത് നിന്നിട്ട് ഞങ്ങളിത് പൊട്ടിക്കട്ടെ. കണ്ടല്ലേ, ഇത് ഞങ്ങളുടെ നാട് തന്നെയാണ്. ഇതിന് അങ്ങേ തലക്കിൽ വന്നിട്ട് ഞാൻ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണിത്. അപ്പോൾ കവി പൊട്ടിക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ തമിഴ് മല്ലു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള ഈ ചാനലിൻ്റെ പേരിലുണ്ടോ? ഇല്ല, ഓക്കെ. അപ്പം തമിഴ് മല്ലു എൻ്റർടൈൻമെൻറ്റ് എന്ന ഞങ്ങളുടെ ചാനലിൻ്റെ പേര് ഇതിനുള്ളിലുണ്ടാവും. ചാനലിൻ്റെ സിൽവർ ബട്ടൺ ഞങ്ങൾ ഈ മനോഹരമായ സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ പൊട്ടിക്കാൻ പോവുകയാണ്. പൊട്ടിച്ചതിന് ശേഷം വീട്ടിൽ കൊണ്ട് പിള്ളേരെ കൊണ്ട് കാണിക്കാം, അല്ലേ? ഭയങ്കര പാക്കിംഗ് ആണ് കേട്ടോ. അതെ. പറന്നു പോകാനുള്ള സാധ്യതയുണ്ട് ഈ സാധനമൊക്കെ, സൂക്ഷിക്കുക കേട്ടല്ലോ. അപ്പോൾ എടുക്കുന്ന സാധനം ഇങ്ങോട്ട് വന്നാൽ ഞാൻ പിടിച്ചോളാം. ഇത് പിടിച്ചു. ഇനി അടുത്തത്, ഇത് ഞങ്ങൾക്ക് തന്ന അവാർഡാണ്. ഇത് അവരുടെ കാർഡ്. ഇത് ഞങ്ങൾക്ക് തന്ന യൂട്യൂബുകാർ നമുക്ക് തരുന്ന ഞങ്ങളെ മനസ്സിലാക്കി ഞങ്ങളെപ്പറ്റി. ഒരു സെക്കൻഡ് കവി, ഡു യു റിമെമ്പർ യുവർ ഫസ്റ്റ് സബ്സ്ക്രൈബർ? അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഡിയർ യൂട്യൂബ്. അപ്പം ഞങ്ങൾക്ക് തന്ന ഞങ്ങളുടെ പെർഫോമൻസ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഒരു സർട്ടിഫിക്കറ്റാണിത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫസ്റ്റ് സിൽവർ ബട്ടൺ കിട്ടിയപ്പോൾ തന്നെ. താങ്ക് യു സോ മച്ച് യൂട്യൂബ്. ഇനിയും ഇതുപോലെ ഒരുപാട് തരിക, ഞങ്ങൾ വാങ്ങിച്ചോളാം. അപ്പം അടുത്തത് ഇതാണ് സംഭവം. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ് മല്ലു ഒഫീഷ്യൽ എന്നുള്ള ഈ ചാനൽ, അത് കാണാൻ പറ്റുമോ?
തമിഴ് മല്ലു കണ്ടോ, തമിഴ് മല്ലു ഒഫീഷ്യൽ എന്നാണ് ഞങ്ങളുടെ ചാനലിൻ്റെ പേര്. ഫോർ പാസിങ് 1 lakh സബ്സ്ക്രൈബേഴ്സ്. അത് എടുത്ത് കയ്യിലോട്ടെടുത്ത് വെച്ചേ. ഇതാണ് തമിഴ് മല്ലു. ചേട്ടൻ മലയാളിയും ഞാൻ തമിഴും. തമിഴുമാണ്. ഒരു കാര്യം ചെയ്യോ, അങ്ങനെ വിളിച്ചോ. ഇത് ലൈറ്റ് ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് അത് മതി, കുഴപ്പമില്ല. ഇത് ഞങ്ങൾ ഈ മനോഹരമായ സ്ഥലത്ത് വന്നതിന് ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. ഞങ്ങളുടെ നാട് ഉളനാടാണ്. പന്തളത്തിനും കുളനടയ്ക്കും അടുത്തുള്ള ഉളനാട് എന്നുള്ളതാണ് ഞങ്ങളുടെ സ്ഥലം. വളരെ മനോഹരമായ അറ്റ്മോസ്ഫിയറുള്ള നല്ല പ്രകൃതി ഭംഗിയുള്ള, അത് കാണിച്ചേ, പ്രകൃതി ഭംഗിയുള്ള സ്ഥലമാണ്, പ്രകൃതി രമണീയമുള്ള സ്ഥലമാണ്. അപ്പം ഇത് കണ്ടല്ലോ, ഈ ചാനൽ ഞങ്ങളെ ഇതുവരെ ഈ നാട്ടുകാരും സുഹൃത്തുക്കളും ആൾക്കാരെ നിങ്ങൾ ഈ സെക്കൻഡ് ചാനൽ അറിയത്തില്ലെങ്കിൽ തമിഴ് മല്ലു ഒഫീഷ്യൽ നിന്ന് നിങ്ങൾ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. തമിഴ് മല്ലു TM MM ക്യാപിറ്റലാണ്. പിന്നെ ഒഫീഷ്യൽ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ കിട്ടും. അപ്പം വളരെ സന്തോഷമുള്ള ഒരു നിമിഷം തന്നെയാണിത്. ഈ സന്തോഷമുള്ള നിമിഷം നിങ്ങൾക്കൊപ്പം ഞങ്ങൾ പങ്കുവെക്കുന്നു. അത് തിരിച്ചു വന്നില്ലെങ്കിൽ ഇനി തിരിച്ച് ഞങ്ങൾ അത് അൺബോക്സ് ചെയ്ത വീഡിയോ ഞങ്ങൾ ബോക്സ് ചെയ്യട്ടെ. എന്നാൽ ഇതും പിടിച്ചോളൂ. ഇനി വീട്ടിൽ കൊണ്ട് പിള്ളേരെ കാണിക്കണം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്താൻ. കവി എന്തെങ്കിലും ഒന്ന് പറയൂ ആൾക്കാരോട്. നമ്മളെ ഇത് യൂട്യൂബിലെ 1 ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടാക്കുന്നതും ഇതുപോലെ പ്ലേ ബട്ടൺ വാങ്ങുന്നതും അത്ര നിസ്സാര കാര്യമല്ല. ശരിക്കും രണ്ടുപേരുടെ, എന്നെക്കാട്ടിലും ചേട്ടൻ്റെ കഷ്ടപ്പാടുണ്ട്. എന്നാലും രണ്ടുപേരുടെ ഫുൾ വർക്ക് എഫക്റ്റും ഈ ചാനലുകളിലെല്ലാം ഉണ്ട്. ഇപ്പം എന്നെക്കാളും ചേട്ടൻ്റെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെ കവി, സന്തോഷമാണ് നീ പറഞ്ഞത് അതിൽ. പക്ഷേ സുഹൃത്തുക്കളെ, ഞങ്ങളുടെ വീട്ടിലെ ഒരു സാഹചര്യം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയും പ്രായമായവരാണ്. ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നവരാണ് അവരും. ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഞങ്ങളുടെ കൂടെ അവരെ കൂട്ടാറുണ്ട്. പിന്നെ മക്കളുമുണ്ട്. വീട്ടിലെ പണികളും കാര്യങ്ങളും ഒക്കെ ഒതുക്കി ഒരു വീട്ടിലെ 6-7 പേരുള്ള വീട്ടിലെ ജോലി എത്രമാത്രമാണ് ഈ മുഖത്തോട്ട് നോക്കിയാൽ അറിയാം. അപ്പം അത്രയും ജോലികളും കാര്യങ്ങളും തിരക്കൊക്കെ അതിനൊക്കെ ഒതുക്കി അതെല്ലാം തീർത്തതിന് ശേഷം ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടതിൻ്റെ ഫലമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു ജോലിക്ക് കഷ്ടപ്പാട്ടാലേ പ്രതിഫലം കിട്ടത്തുള്ളൂ. അപ്പൊ അതുപോലെ ഇതിലും കഷ്ടപ്പാടുണ്ട്. കുറച്ച് പേർക്കൊരു തീരെ കുറച്ച് പേർക്ക് ഉണ്ട് ഇതിന് വലിയ വാല്യൂ കൊടുക്കാത്തവര്. അങ്ങനെയൊന്നുമില്ല. യൂട്യൂബ് എന്നുള്ള സംഭവം അതിനെപ്പറ്റി വാല്യൂ കൊടുക്കാത്തവരെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അത് വ്യക്തമായിട്ട് അറിയാത്തവരാണ്. യൂട്യൂബ് ആയാലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായാലും ഇതൊരു നല്ല സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്. കഷ്ടപ്പെട്ടാൽ അതിന് ഫലം ഉണ്ടാവും. പിന്നെ ഞങ്ങളുടെ സാഹചര്യം, ഞങ്ങൾ ഏകദേശം ഒരു മധ്യവയസ്കതയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന യുവമിഥുനങ്ങൾ തന്നെയാണ്. അതെ, അപ്പോൾ അല്ല, മധ്യവയസ്കതയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന യുവമിഥുനങ്ങളാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്, വെറുതെ പറയല്ല. ആദ്യമേ യൂട്യൂബിൽ ഞങ്ങൾക്ക് സിൽവർ ബട്ടൺ കിട്ടിയപ്പം മക്കൾക്കൊക്കെ എന്തോ സന്തോഷമാണെന്ന് പറയും. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഈ രണ്ടാമത്തെ അതേപോലെ തന്നെ വളരെ, കാരണം നമ്മൾ ചെയ്തൊരു വർക്ക് പൂർണ്ണമായ രീതിയിൽ അത് വിജയിച്ചു എന്നറിയുമ്പോഴേ നമുക്ക് നേരെ നോക്കാൻ പറ്റത്തില്ല, വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം നമുക്ക് ആ വർക്ക് ചെയ്തത് പെർഫെക്ഷൻ കിട്ടി, അതിന് ഫലം കിട്ടുന്ന പറയുമ്പോൾ സന്തോഷം വരില്ലേ. ഈ ഫീൽഡിൽ ചെയ്യുന്ന പലരും, ജോലി ചെയ്യാൻ ശ്രമിക്കുന്ന പലരും ആത്മാർത്ഥമായി വർക്ക് ചെയ്യുക, നല്ല നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും, ഉറപ്പായിട്ടും ഉണ്ടാവും. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയക്കുക. എനിക്ക് അറിയാവുന്നതാണ്, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ശരി, ഞങ്ങൾ പോട്ടെ. സന്തോഷം. ഞങ്ങളോടൊപ്പം ഇത്രയും നേരം സഹകരിച്ച എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ. പോവല്ലേ? ഞങ്ങൾ അപ്പോൾ ഇതിലെ ഈ വഴി ഇങ്ങനെ പോകണം ഇനി.